പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച, അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. ഇന്നത്തെ ദിവസം നിന്റെ തിരുമുറുവാളുന്ന വലതുകരം അങ്ങയുടെ മക്കളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങയുടെ മക്കളുടെ യാത്രകളെ ആശീർവദിക്കണമേ. ഒരു വിഷയം ഓർക്കുമ്പോൾ, ഒരു വ്യക്തിയെ ഓർക്കുമ്പോൾ നിനക്ക് വിഷമം ഉണ്ടെങ്കിൽ അത് കർത്താവ് ഈ നിമിഷം ഏറ്റെടുക്കുകയും നിനക്ക് വേണ്ടി ഈശോ വാദിക്കുകയും ചെയ്തുകൊണ്ട് നിന്നെ അവിടുന്ന് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരട്ടെ. നിന്റെ സാമ്പത്തിക പ്ലാനുകളെല്ലാം, നിന്റെ പദ്ധതികളെല്ലാം, പൈസ നിന്റെ കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി സ്വരുക്കൂട്ടാൻ വേണ്ടിയുള്ള നടപടികൾ ഈശോയുടെ നാമത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. വിവാഹം കഴിക്കാനുള്ളവര്, വിവാഹം പിരിഞ്ഞിരിക്കുന്നവര്, ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവരുള്ള മക്കൾക്ക് ഗർഭസ്ഥ ശിശുക്കൾക്ക് രോഗങ്ങളുള്ളവർ,
അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ പഠിക്കാത്തവർ, എല്ലാ തരത്തിലുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നവർക്ക് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഈശോ ഇന്ന് ഉള്ള യാത്ര മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരെ, ഓരോരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്നവരെ, ഓരോരോ കാര്യങ്ങൾ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞാൻ 39 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത, ദൈവമകനെ, ദൈവമകളെ, നീ ഇപ്പോഴും ആശീർവദിക്കപ്പെടുന്നു. നിന്റെ സങ്കടങ്ങളെ കർത്താവ് ഏറ്റെടുക്കുകയും നിന്റെ കർത്താവ് സന്തോഷത്തോടെ തിരിച്ചു കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇത് നമ്മൾ സുവിശേഷത്തിലും കാണുന്നത് ഒരു 6-ാം വാക്യമാണ്. മത്തായിയുടെ സുവിശേഷം 5:6. നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സെക്കുലർ ആയിട്ടുള്ള ജസ്റ്റിസ് അല്ലത്. നീതിക്ക് വേണ്ടി പോരാടുന്ന ഒത്തിരി പേരുണ്ട്. നിരീശ്വരന്മാർ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, വിപ്ലവകാരികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്, തീവ്രവാദികൾ നീതിക്ക് വേണ്ടി പോരാടുന്നവരുണ്ട്. പോരാട്ടക്കാരെല്ലാവരും അവരവരുടെ രീതികളിലാണ്, അവരുടെ മനസ്സിലുള്ള നീതിയാണ്. അവരുടെ മനസ്സിൽ അവർ നീതിയാണ് ചെയ്യണം എന്നുള്ള ബോധത്തിലാണല്ലോ മറ്റുള്ള കൊന്നുകൂട്ടുന്നത്. അപ്പം ആ അഭ്യാസങ്ങൾക്കൊന്നും റിവാർഡിങ് ഇല്ല. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനം പറഞ്ഞിട്ടുണ്ട്, എന്നെ പ്രതി. അതാണ്, അതായത് സുവിശേഷവിഹിതമായ വചനാധിഷ്ഠിതമായ ജീവിത സരണി, അത് ഇപ്സഫാത്തോ നീതിയിൽ അധിഷ്ഠിതമായിരിക്കും. അങ്ങനെ നീതിയോടെ ജീവിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മഹത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കേവല നീതി നിറവേറ്റുകയല്ല, കേവല മാനുഷിക നീതിയുടെ വിഷയമല്ലത്. ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം ക്രമീകരിക്കുന്നതിൽ, അത് കുടുംബത്തിലായാലും തൊഴിലായാലും പൊതുജീവിതത്തിലായാലും ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു നീതിക്രമം ചെയ്യുന്നവരൊക്കെ, അപ്പം നമ്മുടെ എവിടെയായാലും നമ്മൾ ക്രിസ്ത്യാനികളാണെന്നുള്ള ബോധം ഉണ്ടാണ്. പള്ളി, ഞായറാഴ്ച പള്ളി കുർബാനക്ക് മാത്രം ക്രിസ്ത്യാനിയല്ല. കടയിൽ വരുമ്പോഴും കച്ചവടത്തിന് വരുമ്പോഴും വേറെ ആളാവും, അപ്പം ക്രിസ്ത്യാനി ആകത്തില്ല. കണക്കെഴുതുന്ന സമയത്ത് വേറെ ആളാവും, അപ്പോഴും ക്രിസ്ത്യാനി ആകത്തില്ല. ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ഫുൾ ടൈം ക്രിസ്ത്യാനി എന്നതിൻ്റെ അർത്ഥം, അല്ലാതെ ഒക്കേഷണൽ ക്രിസ്ത്യൻസ് അല്ല. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ദൈവകൃപ കൂടി വേണം അതിന്. നിങ്ങൾ കാര്യങ്ങളൊക്കെ നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണമെന്ന് നിർബന്ധം, ക്രിസ്തുവിൽ അധിഷ്ഠിത ജീവിതമാണ് നിർബന്ധമില്ല. അതുകൊണ്ട് എല്ലാ സമയത്തും ഫുൾ ടൈമേഴ്സാണ് നമ്മൾ ക്രിസ്തുവിൽ. ഇപ്പം ചില സംഘടനക്കാരൊക്കെ ഫുൾ ടൈമർ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൊല്ലം കർത്താവിന് കൊടുക്കത്തില്ലേ. ഒരു കൊല്ലം മാത്രമല്ല, അവരൊക്കെ അത് കഴിഞ്ഞിട്ടും അതേ അരൂപ്യത്തിന് ജീവിക്കുന്ന അനേക കാര്യങ്ങളുണ്ട്. അപ്പം നമ്മുടെ ക്രിസ്തുവിൽ എല്ലാ കാലത്തിലും ഫുൾ ടൈമറാണ്, എല്ലാ വിഷയത്തിലും ഫുൾ ടൈമറാണ്. അങ്ങനെ ആകാതെ വരുമ്പോഴാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്. അങ്ങനെ പാടാണ് ശരിക്കും, നല്ല പ്രലോഭനം ഉണ്ടാകുന്ന വിഷയമാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ, രക്ഷിക്കണമേ. പക്ഷെ നമ്മൾ ക്രിസ്തു ജീവിക്കാൻ വേണ്ടി അഡ്ഡമെൻ്റായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പ്രലോഭനങ്ങൾ മാറും. പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ചില സമയത്ത് പ്രലോഭനങ്ങളായിട്ട് തോന്നത്തില്ല. കാര്യം നമുക്ക് ക്രിസ്തു ഉണ്ടാകണമെങ്കിൽ മാത്രമേ ഇതൊക്കെ പ്രലോഭനങ്ങളായിട്ട് തോന്നത്തുള്ളൂ. അല്ലെങ്കിൽ അത് തട്ടിക്കുകയും പറ്റിക്കുകയും ആൾക്കാരെ കമത്തുകയും കൈക്കൂലി വാങ്ങിക്കുകയും ചെയ്യുന്ന സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളായിട്ട്. ക്രിസ്തുവിലേക്ക് അധിഷ്ഠിതമായി കഴിയുമ്പോൾ ഇതെല്ലാം പ്രലോഭനങ്ങളായിട്ട് മാറും. പക്ഷേ ക്രിസ്തുവിൽ ഉറച്ചു നിന്നാൽ നീ ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് മാറുകയും ചെയ്യും. നിങ്ങൾ ഈസി ആയിട്ടൊരു ആത്മീയ ജീവിതം സഹായിക്കാൻ പറ്റുമെന്ന് പ്രാർത്ഥിക്കുക, വല്ലതൊക്കെ ദൈവത്തെ അനുഗ്രഹം അടിച്ചു മാറ്റുക, അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് ജീവിക്കുക, ദാറ്റ് ഈസ് നോൺസെൻസ്. അത് നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതമായിട്ട് ബന്ധമില്ല. നിങ്ങൾ വിട്ടിയുടെ സ്വർഗത്തിലായിട്ട് സ്വയം അവരോധിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വി ആർ നോട്ട് ഇരിക്കുക, നമ്മൾ അങ്ങനെ അല്ല ശരിക്കും. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലായിടത്തും തന്നെ നീതിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതക്രമം നിലനിർത്തുന്നതിന് വേണ്ടി കർത്താവിനെ പ്രതി, എന്നെ പ്രതി, എൻ്റെ പേരിലൊരു അവഹേളനമോ ധനനഷ്ടമോ മാനനഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് റീഫണ്ടബിൾ ആകുമെന്നാണ് ഈശോ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളെ ആശ്വാസം ലഭിക്കും. നീതിക്ക് വേണ്ടി ഉച്ചയ്ക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യവാന്മാർ, അവർക്ക് സംതൃപ്തി ലഭിക്കും.
ചിലപ്പോൾ നിത്യതയിലായിരിക്കും കേട്ടാ. ഉള്ള കാര്യം നേരത്തെ പറഞ്ഞേക്കാം. നിങ്ങളിപ്പോൾ കുറിച്ച് വെച്ചോണ്ടിരിക്കരുത് നാളെ കിട്ടുമെന്ന് പറഞ്ഞു. ആ വാക്കിന്റെ പോക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കുമെന്നായിരിക്കും. ഓക്കെ, ഇതാണ് ദൈവത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം. ആമേൻ.